ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. തൃപ്രയാർ ബ്യൂട്ടി സിൽക്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് നാട്ടിക പഞ്ചായത്തിലെ ആശ്രയ അംഗങ്ങൾക്കും ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവർക്കുമുള്ള ഓണസമ്മാനം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൃപ്രയാറുള്ള ഏറ്റവും നല്ലൊരു സ്ഥാപനമായ ബ്യൂട്ടി സിൽക്സ്, അവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്രാഞ്ചുകളുണ്ട്. അതിൽ നമ്മുടെ തൃപ്രയാറുള്ള ബ്യൂട്ടി സിൽക്സ് കഴിഞ്ഞ ദിവസം ഈ അബ്ദുള്ള എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഓണമാണ് വരുന്നത്. എല്ലാവർക്കും ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, ഓണമൊക്കെ നന്നായി ആഘോഷിക്കാനായിട്ട്. പക്ഷെ നമ്മൾക്ക് ചിലവർക്ക് കഴിവില്ലാതെ ഉണ്ടാവും, ചിലവർക്ക് അതൊക്കെ വാങ്ങാനുള്ള കഴിവുണ്ടാവും. പക്ഷെ ഇവരെല്ലാവരും ഒന്നിച്ച് കണ്ടുകൊണ്ട് നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കണം, ഓണത്തിന് കോടി എടുക്കാൻ പറഞ്ഞു, ഒരു സമ്മാനം കൊടുക്കാനായിട്ട്. എന്നുവെച്ചാൽ ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാ വീടുകളും കടകളൊക്കെ കയറി ഇറങ്ങി പ്ലാസ്റ്റിക് ശേഖരിച്ച് നമ്മളുടെ മാലിന്യ സംസ്കരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. അപ്പം അവരൊരു ആദരിക്കും. അതോടൊപ്പം അത് കഴിഞ്ഞ് അതൊക്കെ സംസാരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേർക്ക് അത് ആരെ വേണമെന്നൊന്ന് പ്രസിഡന്റ് തീരുമാനിച്ച് പറയാൻ പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യമായിട്ട് പേര് ഓർമ്മ വന്നത് നിങ്ങളുടെ ഒക്കെ കാര്യം തന്നെയാണ്. വൈസ് പ്രസിഡന്റ് കെ എ ഷൗക്കത്ത് അലി അധ്യക്ഷയായി. ബ്യൂട്ടി സിൽക്സ് MD റാസിഖ് സെയ്ദ് മുഹമ്മദ് ഗിഫ്റ്റ് വൗച്ചർ വിതരണം ചെയ്തു. ഞങ്ങൾ പ്ലാൻ ചെയ്തത് കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അത് വളരെ കുറച്ച് കുടുംബങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ അന്ന് തീരുമാനിച്ചിരുന്നത് അടുത്ത ഓണമാകുമ്പോൾ വളരെ ബൃഹത്തായ രീതിയിൽ ഇതിനെ ഒന്ന് വ്യാപിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തത്. നാട്ടിക പഞ്ചായത്തും അതോടൊപ്പം തന്നെ വലപ്പാട് പഞ്ചായത്തും അതുപോലെ തന്നെ തളിക്കുളം പഞ്ചായത്തുമാണ് നമ്മൾ ഇതിനെ തിരഞ്ഞെടുത്തത്. നമ്മുടെ സ്ഥാപനം നിൽക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തുള്ള 3 പഞ്ചായത്തുകൾക്കാണ് നമ്മൾ ഇത്തവണ ഈ ഒരു അവസരം കൊടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞിരുന്ന പലരും ഇത് തുടരണമെന്നുള്ളത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകും. മാനേജർ അബ്ദുള്ള നദ്വി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ PC മണികണ്ഠൻ, പവിത്രൻ, സന്തോഷ്, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക, സിന്ധു സിദ്ധപ്രസാദ്, സജിനി ഉണ്ണിയാരമ്പരയ്ക്കൽ, സനി സജു, CDS ചെയർപേഴ്സൺ രാജി രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 13 വർഷമായി നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ബ്യൂട്ടി സിൽക്സ് എന്ന് പറയുന്ന വലിയ ഒരു ടെക്സ്റ്റൈൽ ശൃംഖലയുടെ ഭാഗമായി ഞങ്ങൾ വരുന്ന ഓണത്തിൽ സാധാരണക്കാരെ നെഞ്ചോട് ചേർത്ത് നിർത്തുക എന്ന വളരെ മനോഹരമായ ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയോടുകൂടെ സഹകരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് ബ്യൂട്ടി സിൽക്സിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളൊന്ന് തെളിയേണ്ടതുണ്ടല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഈ ഹാളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തത്. സദസ്സിലിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങളുടെ സ്റ്റേജിലിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇഷ്ടം സദസ്സിലുള്ളവരെയാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നത് സദസ്സിലുള്ള ആളുകളെയാണ്. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്,
വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.